പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകത്തോടെ നമ്മൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അഭിഷേകാഗ്നിയുടെ നാഥൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ച് ഈ ശുശ്രൂഷയിലേക്കും അതുപോലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്ത് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കാൻ, അഭിഷേകം ചെയ്യാൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ബലം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നമ്മുടെ മേൽ ശക്തമാകാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപയെ, സ്വർഗത്തിന്റെ ശക്തിയെ, നിത്യസഹായകനേ, കൈകളടിച്ച് തീയായി തീനാവായി നീ ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കൃപയെ, സ്വർഗത്തിന്റെ ശക്തിയെ, നിത്യസഹായകനേ, പരിശുദ്ധാത്മാവേ, തീയായി തീനാവായി നീ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ മേൽ വരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരെ സ്പർശിക്കണമേ. കുട്ടികളെ, യുവജനങ്ങളെ സ്പർശിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. പാപബന്ധനങ്ങൾ കഴിയുന്നവരുടെ കെട്ടുകൾ പൊട്ടിക്കണമേ. സ്വർഗത്തിന്റെ അഗ്നി എല്ലാവരുടെ മേലും കത്തി കത്തി പടരട്ടെ. പറന്നിറങ്ങണമേ, ഈ ജ്വാലയാ കത്തി ജ്വലിക്കണമേ. വെൺപ്രാവുപോൽ പറന്നിറങ്ങണമേ, ഈ ജ്വാലയാ കത്തി ജ്വലിക്കണമേ. വരദാന പിന്നഭിഷേകം ഊഹായി നീ ചൊരിയണമേ. വരദാന പിന്നഭിഷേകം ഊഹായി നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ, പരിശുദ്ധാത്മാവേ, ഉണർവോടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കത്തി കത്തി പടരട്ടെ. ഞങ്ങളിൽ നിറയണമേ. അഭിഷേക രാജാവേ, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണം മതിപ്പ് മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ ഭവനങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി കത്തിപ്പടരട്ടെ. ആരാധന, ആരാധന, ആരാധന. അന്ധകാരങ്ങൾ മാറട്ടെ. വന്യജീവികളുടെ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനം എല്ലാ ഹൃദയങ്ങളിലും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകമേ, അഭിഷേക രാജാവേ, കൃപകളായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കൈകൾ നെഞ്ചോടിച്ച് ജ്വാലയായി കത്തിജ്വലിക്കണമേ. കണ്ണുകളടച്ച് വലിയ ദാഹത്തോടെ വെൺപ്രാവുപോ പറന്നിറങ്ങണമേ. തീജ്വാലയായി കത്തിജ്വലിക്കണമേ. വരദാനത്തിനഭിഷേകം റൂഹായേ നീ ചൊരിയണമേ. വരദാനത്തിനഭിഷേകം റൂഹായേ നീ ചൊരിയണമേ. റൂഹായേ നീ ചൊരിയണമേ. വിശ്വാസം എന്ന മഹാദാനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇതിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ധാരാളം അഭിഷേകങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ അഭിഷേകം, അത് പകർന്നു കൊടുക്കാനുള്ള അഭിഷേകം എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അഭിഷേകത്തിന് എപ്പിസോഡിനെയും ഇത് ദർശിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കർത്താവ് നമ്മളെ വളരെ സ്നേഹത്തോടെ വിളിച്ചതിന് നമുക്ക് ഈശോയ്ക്ക് കൊടാനുകോടി നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാലക്കാട് രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരക്കൽ പിതാവിൻ്റെയും അതുപോലെ തന്നെ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ എല്ലാം ഒരു വലിയൊരു ആത്മീയ ഉണർവ് നൽകിയ അഭിമന്യ മണ്ണത്തോർത്ത് പിതാവിൻ്റെ ഒരു കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട വട്ടാലച്ചനും അതുപോലെ ബിനോയിച്ചനും സാംസനച്ചനൊക്കെ ഈ ശുശ്രൂഷയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അത്ഭുതകരമായ ശുശ്രൂഷ ചെയ്യുന്നു. വലിയൊരു കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു സാക്ഷ്യം കണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് ഓരോ സാക്ഷി ശുശ്രൂഷയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോബൻസ്, വൈഫിൻ്റെ പേര് ടിൻസി. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത കൂവപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. 2017 മാർച്ചിലാണ് ഞാൻ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ഇറ്റലിയിലായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ സ്കാനിങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഇത് അബോർഷനായിപ്പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല. അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. വീണ്ടും ഞങ്ങൾ രണ്ടാമത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെയും ഇത് തന്നെ പറഞ്ഞു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല, അബോർഷൻ ചെയ്ത് കളയണമെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ ഇറ്റലിയിലായിരുന്നു നേരം. അവിടെ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ നാട്ടിലേക്ക് കയറി വരാനായിട്ട് ടിക്കറ്റ് എടുത്തു. അന്ന് തന്നെ ഞങ്ങൾ അഭിഷേകാഗ്നിയിൽ ഇവിടെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. കൂടാണ്ട് ഞങ്ങൾ അഭിഷേകാഗ്നി യൂട്യൂബിൽ ഞങ്ങളത് കാണുകയും ചെയ്തിരുന്നു. ഞങ്ങളിവിടെ വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. യാതൊരു കുഴപ്പമില്ല. ഹാർട്ട് ബീറ്റ് എല്ലാം നോർമലായിരുന്നു. നോക്കി അവിടെ പറഞ്ഞിരുന്ന ചേരണ്ടല്ലോ. അതായത് ആദ്യം പറഞ്ഞ് കുട്ടി തന്നെ കാണാനില്ല, എല്ലാം അബോർട്ടായി പോയി, ഒരു രക്ഷയില്ല, കുട്ടി മിസ്സായി പോയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കുട്ടി മരിച്ചു പോയി, ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല, മരിച്ചു കിടക്കുക എന്നുള്ള അവസ്ഥയിൽ പറഞ്ഞു. ഇവർക്ക് ആകെ വിഷമം, ശരിക്കും ഹൃദയം നുറുങ്ങി കരഞ്ഞിവർ.
എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ കർത്താവിനോട് അപ്പം തന്നെ ഇവിടേക്ക് വിളിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ നാമം വിളിച്ച് അഭിഷേകത്തിന് കണ്ടിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് പോന്നു. എന്നിട്ട് കർത്താവെ, കുട്ടിയെ ജീവനോട് കിട്ടിയ അവിടെ കൂടെ സാക്ഷ്യപ്പെടുത്താൻ നേർന്നിട്ട് എല്ലാം വന്നിട്ട് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു പെർഫെക്റ്റ് അല്ലേ, നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു, കുട്ടി ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നന്നായിരിക്കുന്നു. 2017 ഒക്ടോബർ 18 പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെത്തുന്ന ദൈവം അനുഗ്രഹിച്ചു. കൈ ഉയർത്തി നന്നായി കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്താം. പവർ ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുത്തുറ്റ കരം കർത്താവ് നീട്ടുകയാണ്. അതിനുവേണ്ടി ഈശോ അഭിഷേകാഗ്നി ശുശ്രൂഷകളെ ഒരു ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈശോയുടെ വലിയ സ്നേഹവും കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, കർത്താവിൻ്റെ പ്രവൃത്തികൾ മറച്ചു വെക്കരുത്, അത് വിവരിച്ചു കൊടുക്കണം. കാരണം സങ്കീർത്തന പുസ്തകം 78:4 കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നൊരു കാര്യം എങ്ങനെയാണ്, അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാം. We will not hide them from their children. We will tell to the coming generation the glorious deeds of the Lord and his might and the wonders that he has done. Hallelujah. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ, അത്ഭുതകരമായ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ മറച്ചു വെക്കരുത്. അതായത് ഇത് മറച്ചു വെക്കാനുള്ളൊരു പ്രലോഭനം എനിക്കും നിങ്ങൾക്കുണ്ടാകും. അത് ഒരു വലിയൊരു പ്രലോഭനമാണ്. നമ്മൾ അതിനെ അതിജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മറച്ചു വെക്കാതെ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂടുതൽ കൃപകളും കൂടുതൽ അഭിഷേകങ്ങളും നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. 78-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ മറച്ചു വെക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിയാൽ ഉണ്ടാകുന്നൊരു ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ്, അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറച്ചു വെക്കാതെ വിവരിച്ചാൽ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കർത്താവിനെ വിസ്മരിക്കാതെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാനുള്ള ഒരു അഭിഷേകവും കൃപയും നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ, അത്ഭുത പ്രവർത്തികൾ, സ്നേഹപ്രവർത്തികൾ മറച്ചു വെക്കാതെ അത് വെളിപ്പെടുത്തുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ ഈശോ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് ഈശോ ചെയ്തൊരു അത്ഭുതം, പ്രത്യേകിച്ച് ഒരു പിശാചുബാധന് ഈശോ സൗഖ്യം കൊടുത്തു. തുടർന്ന് ഈ പിശാചുബാധന് സൗഖ്യം കിട്ടിക്കുക അവന് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹം. അപ്പോൾ യേശു അവനോട് പറയുകയാണ്, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചെയ്ത പ്രവൃത്തി, കർത്താവ് എങ്ങനെ കരുണ കാണിച്ചു എന്ന് നീ എന്ത് ചെയ്യണം? നീ സ്വന്തക്കാരടുത്ത് പോയിട്ട് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തക്കാരടുത്ത് പറയുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരാഗ്രഹമാണ്. പ്രിയപ്പെട്ടവരുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, കുഞ്ഞുമക്കളുടെ അടുത്ത്, സഹോദരങ്ങളുടെ അടുത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ വിവരിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക, അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതാണ് 78-ാം സങ്കീർത്തനം നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. നീ എന്ത് ചെയ്യണം? അത് മറച്ചു വെക്കരുത്. മറച്ചു വെക്കാതെ ഇരുന്നാൽ മാത്രം പോരാ, നീ അത് നിന്റെ മക്കൾക്ക്, നിന്റെ തലമുറകൾക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കണം, വിവരിച്ചു കൊടുക്കണം, അത്ഭുത പ്രവൃത്തികൾ വിവരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാ അതങ്ങ് പറഞ്ഞാൽ പോരാ, അത് വിശദീകരിച്ച് വിവരിച്ചു കൊടുക്കണം. അപ്പം ഈ പിശാചിബാധിതൻ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത കാര്യം, അതിൻ്റെ 20-ാമത്തെ വാക്യം, മർക്കോസ് 5:20. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന്
ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ അവൻ വീട്ടിൽ മാത്രമല്ല, അവൻ്റെ പട്ടണത്തിലും ദേശത്തിലെല്ലാം പോയി യേശു ചെയ്ത കാര്യങ്ങൾ അവൻ പ്രഖ്യാപിച്ചു, അത് പ്രഘോഷിച്ചു. ആളുകളുടെ മേൽ അത്ഭുതകരമായ ദൈവസാന്നിധ്യം കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമാണ്. ചില ആൾക്കാർക്ക് ഭയമാണ്. ചില ആൾക്കാർ കുട്ടികളോടും കുഞ്ഞുമക്കളോടും പേരക്കുഞ്ഞുങ്ങളോടും ഇതെല്ലാം പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാരണവും പിള്ളേർക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ല. അവർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു ബോറിംഗ് ആയിരിക്കും, എന്നാൽ പിന്നെ മിണ്ടണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മൗനം അവലംബിക്കും. അത് പാടില്ല. ഞാൻ ഓർക്കാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ധാരാളം ദമ്പതികളെ വത്തിക്കാൻ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കുടുംബജീവിതക്കാർക്ക് ഒരു ഉപദേശം കൊടുത്തു. അത് വളരെ ശ്രദ്ധേയമായൊരു ഉപദേശമാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: ഡു നോട്ട് ബി അഫ്രൈഡ് ഓഫ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പേടിക്കരുത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്: ഡു നോട്ട് ബി അഫ്രൈഡ് ടു റീഡ് ദ ബൈബിൾ ലൗഡ്ലി അറ്റ് യുവർ ഹോംസ്. നിങ്ങളുടെ വീട്ടിൽ ഉറക്കെ ബൈബിൾ വായിക്കാൻ നിങ്ങൾ ഭയപ്പെടരുത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്: നിങ്ങളാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ വിശ്വാസം നിങ്ങളുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കെല്ലാം നന്നായിട്ട് പകർന്നു കൊടുക്കാൻ നാണിക്കരുത്, പേടിക്കരുത്. വചനം ഉറക്കെ വായിക്കണം, പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി സുവിശേഷത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്: വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അതായത് ദൈവമായ കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മളത് മറച്ചു വെക്കരുത്. അത് പീഠത്തിന്മേൽ വെക്കണം. എല്ലാവർക്കും വെളിച്ചം കിട്ടണം, എല്ലാവർക്കും പ്രകാശം കിട്ടണം. യേശുവാകുന്ന പ്രകാശം, യേശുവാകുന്ന ജീവൻ നമ്മുടെ തലമുറയ്ക്കും മക്കൾക്കെല്ലാം ഉണ്ടാകാൻ വേണ്ടി മടികൂടാതെ യേശു ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് വിവരിക്കുകയും വിശദീകരിക്കുകയും അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരാഗ്രഹമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ ഈശോ ഓശാന ദിവസം ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയുന്ന സംഭവമാണ്. ആളുകൾ എല്ലാം വലിയ സന്തോഷത്തോടു കൂടി, അതിൻ്റെ ലൂക്ക 19:37 വചനമുണ്ട്. യേശു പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപം എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ കണ്ട ഓരോ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ അത് വലിയ സന്തോഷത്തോടു കൂടിയുള്ള ശുശ്രൂഷയാണ്. ഒരു സന്തോഷത്തോടെ വിത്ത് ട്രമെൻഡസ് ജോയ് ദേ വർ വർഷിപ്പിംഗ് ആൻഡ് പ്രൈസിങ് ഗോഡ് ലൗഡ്ലി. ഒട്ടും മറച്ചു വയ്ക്കാതെ ഉറക്കെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഫരിസേയർക്കും മറ്റുള്ള നിയമജ്ഞർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ അതിന് 40-ാമത്തെ വാക്യം ലൂക്കാ സുവിശേഷം 19:40 യേശു പറഞ്ഞു: ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും വചനം ഉറക്കേറ്റ് പറഞ്ഞ് അവൻ പ്രതിവചിച്ചു. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഞാനും നിങ്ങളും മൗനം ഭജിച്ചാൽ, നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ ദൈവം കല്ലുകളെ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ അത്രമാത്രം റിസ്ക് എടുക്കാൻ ദൈവം തയ്യാറാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ അത് വിശ്വസിക്കുക, അത് പറയുക, അത് ശരിക്കും വിവരിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ശുശ്രൂഷ കർത്താവ് എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന 1-2 മനോഹരമായ കാര്യം. പ്രിയപ്പെട്ടവരെ, തോബിത്തിന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കൊച്ചു തോബിയാസിന് എല്ലാം നഷ്ടപ്പെട്ടു. ആകെപ്പാടെ ദാരിദ്ര്യം എല്ലാം കൊണ്ട് തകർന്ന കുടുംബത്തിലേക്ക് റഫായേൽ മാലാഖ കടന്നു വരികയാണ്. അങ്ങനെ മാലാഖയുടെ ഒരു പ്രത്യേക സാന്നിധ്യത്തിലൂടെ ഇവർ രക്ഷയിലേക്കും കരുണയിലേക്കും കൃപയിലേക്കും എല്ലാം പ്രവേശിച്ചു. തുടർന്ന് അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ മനോഹരമായിട്ട് വചനം പറയുകയാണ്: തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുമ്പിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. ഓക്കെ, ആദ്യത്തെ ഭാഗം എങ്ങനെയാണ്? തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുമ്പിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. തോബിത്തിന് നാണം ഉണ്ടായില്ല. ദൈവം അത്രയും കരുണ കാണിച്ചു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്തുതിക്കുകയാണ്. കാരണം തോബിത്തിൻ്റെ മരുമകൾ സാറ പിന്നെ തോബിയാസിൻ്റെ കൂടെ കടന്നു വരുമ്പോൾ നഗരത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് മുൻവാതിലിൽ ചെന്ന് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് തോബിത്ത്.
വചനം പറയാണ്, അവൻ തൻ്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ സ്വാഗതം, നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനവയിൽ അവൻ്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ പരസ്യമായിട്ട് ഏറ്റുപറയാൻ മടിയില്ലാത്തൊരു തോബിത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ തോബിത്തിന്റെ കുടുംബത്തെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചത്. തുടർന്ന് നമുക്കറിയാം, റഫായേൽ മാലാഖ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ റഫായേൽ മാലാഖ പറയണ വളരെ മനോഹരമായൊരു കാര്യം തോബിത്തിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് വായിക്കാം. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വ്യക്തികളുടെയും എല്ലാ സൃഷ്ടികളുടെയും മുമ്പാകെ വെച്ച് ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും അതിനോർത്ത് സ്തോത്രം ചെയ്യാനും അമാന്തമരുത് എന്ന് മാലാഖ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പ്രഘോഷിക്കാൻ തക്ക തരത്തിൽ, ഒരു പക്ഷേ നമ്മളൊരു കല്യാണ പാർട്ടിക്ക് പോയി, ഒരു മാമോദിസ പരിപാടിക്ക് പോയി, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ ആ ഒരു വ്യക്തിയോടൊക്കെ പറയണം. ഒപ്പം തന്നെ നമ്മുടെ അടിസ്ഥാനപരം നമ്മുടെ വീട്ടിൽ ഇവിടെ മക്കളോടും കുഞ്ഞുമക്കളോടൊക്കെ പറയണം. ചിലപ്പോൾ ഒരു ബോറിംഗ് ആണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം, എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അമ്മ ത്രേസ്യ, വലിയ വിശുദ്ധ, ഡോക്ടർ ഓഫ് ദി ചർച്ച്, സഭയുടെ വേദപാരംഗത. അപ്പോൾ ഈ വിശുദ്ധ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അനുസരണക്കേടും കുരുത്തക്കേടും ദൈവ വിശ്വാസക്കുറവൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈവൻ സിസ്റ്ററായിട്ട് പോലും കുറേ കാലം അങ്ങനെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. പക്ഷെ വീട്ടിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞ അവരുടെ ഈ അമ്മ ത്രേസ്യയുടെ അപ്പനും അമ്മയൊക്കെ ഒട്ടും മടിയില്ലാതെ, ഒട്ടും വിഷമം കൂടാതെ ശരിക്കും വിശ്വാസം നന്നായിട്ട് പകർന്നു കൊടുത്ത് കുട്ടിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അപ്പനും അമ്മയ്ക്കും നല്ല താല്പര്യമാണ്. അതുകൊണ്ട് ഇവർ വിശ്വാസത്തോടുകൂടി വിശ്വാസം പകർന്നു കൊടുത്ത് എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ വിശുദ്ധിയായിട്ട് ദൈവം ഉയർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അമാന്തമരുത്. നമ്മൾ വീണ്ടും റഫായേൽ മാലാഖയുടെ ഉപദേശം കേൾക്കാം. 12-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. റഫായേൽ മാലാഖ ഉപദേശം കൊടുക്കുകയാണ്, രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. നോക്കിയേ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഇത് എത്ര പറഞ്ഞിട്ടും മാലാഖയ്ക്ക് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് എൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും മാലാഖ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് ആയുസ് തന്നിരിക്കുകയാണ്, നാവ് തന്നിരിക്കുകയാണ്, വിശ്വാസം തന്നിരിക്കുകയാണ്. നമ്മളത് ലജ്ജ വിചാരിക്കരുത്, മടി വിചാരിക്കരുത്. മടി കൂടാതെ നമ്മളത് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനത്തിന് 4-ാമത്തെ വാക്യം, നിങ്ങളത് മറക്കരുത്. 78-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവരിച്ചു കൊടുക്കണം. നമ്മൾ ഓരോ വിശുദ്ധ കുർബാന അങ്ങനെ പാടി പ്രാർത്ഥിക്കൂ അല്ലേ? സിറുമലബാർ സഭയുടെ കുർബാനയിൽ സങ്കീർത്തനം ചൊല്ലുമ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കും, തലമുറയോടെന്നും തവകർമ്മങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. തലമുറകൾക്ക്, മക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് അത് വിവരിച്ചു കൊടുത്ത് അവരെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകം 13:4 തോബിത്ത് പറയുകയാണ്, അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ, സകല ജീവികളുടെ മുമ്പിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്, എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ അത് വിവരിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും മടിപ്പ് കൂടാതെ, മടിയില്ലാതെ
പിശുക്ക് കൂടാതെ ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 13:7 ഏറ്റു പറയാം, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്വർഗത്തിന്റെ രാജാവിനെ, സ്വർഗത്തിന്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു, അവിടുത്തെ പ്രഭാവത്തിൽ, അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ഞാൻ ആനന്ദം കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വലിയൊരു അഭിഷേകം നമ്മുടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ വിവരിക്കാനും വിശദീകരിക്കാനും അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാനുള്ള വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 78:8 ഒരു വചനമുണ്ട്, മറക്കരുത്. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത്. അതായത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ 4 കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുകയില്ല. എന്തൊക്കെയാണ്? ദുശാഠ്യം, 2 മത്സരബുദ്ധി, 3 ചഞ്ചല ഹൃദയർ, 4 അവിശ്വസ്തത. ഈ 4 കാര്യങ്ങളും നമ്മളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു വലിയൊരു വഴിയാണ് ദൈവം ചെയ്തിട്ടുള്ള അത്ഭുത കൃത്യങ്ങൾ വിവരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2225 മാതാപിതാക്കന്മാർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. തങ്ങളുടെ കുട്ടികളെ സുവിശേഷവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വവും ആനുകൂല്യവും വിവാഹമെന്ന കൂദാശിയുടെ കൃപാവരത്തിലൂടെ മാതാപിതാക്കൾ സ്വീകരിക്കുന്നു. തങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസ രഹസ്യങ്ങളുടെ പ്രഥമ മുന്നോടികളായ മാതാപിതാക്കൾ അവരെ ആ രഹസ്യങ്ങളിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ പ്രവേശിപ്പിക്കണം. അവർ കുട്ടികളെ അവരുടെ ശൈശവത്തിൽ തന്നെ സഭയുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം. യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭവും പശ്ചാത്തലവുമായി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ആന്തരിക മനോഭാവങ്ങളെ പരിപോഷിപ്പിക്കാൻ ആരോഗ്യകരമായ കുടുംബജീവിതത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ലഭിച്ച വിശ്വാസ പൈകൃതം, നമുക്ക് ലഭിച്ച ആ സ്വർഗത്തിൻ്റെ അഭിഷേകം, നമ്മൾ കണ്ടുമുട്ടിയ കർത്താവായ യേശുക്രിസ്തുവിനെ വലിയ സന്തോഷത്തോടെ, വലിയ അഭിഷേകത്തോടെ, അഭിമാനത്തോടെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവും കർത്താവും നാഥനും അധിപനുമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മൾ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നൽകിയ സ്നേഹവും ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും വംശത്തിനെല്ലാം പകർന്നു കൊടുക്കാൻ, വിവരിച്ചു കൊടുക്കാൻ, വിശദീകരിച്ചു കൊടുക്കാൻ സ്വർഗത്തിൻ്റെ അഭിഷേകം നമുക്ക് ധാരാളം വേണം. 2 കരങ്ങളും ഉയർത്തി നമ്മുടെ സ്നേഹനിധിയായ യേശുവിനെ ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ സ്തുതിക്കട്ടെ. സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ് നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ഇത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരും. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളെ